ഹലോ ഹായ് എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്ലൂ ഹോസ്റ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയാനാണ് വന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൂ ഹോസ്റ്റിൽ ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 22 തുടങ്ങിയിരിക്കുന്ന ഈ സെയിലിന് നവംബർ 28-30 വരെയൊക്കെയാണ് നമുക്ക് വാലിഡിറ്റി ഉണ്ടാവുക. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരു 70% ഓഫ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഏതൊക്കെ പ്രോഡക്റ്റുകളിലാണ് നമുക്ക് ഓഫേഴ്സ് ഉള്ളതെന്ന് നോക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. വേഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യുന്ന നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ വളരെ ഫാസ്റ്റ് ലോഡിംഗ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിന് സ്പീഡപ്പ് ചെയ്ത് ലോഡ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ഹോസ്റ്റ് ഒരുക്കുന്നത്. എല്ലാ വെബ്സൈറ്റുകളും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ലോഡ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ എന്നുള്ളതും ഏതൊക്കെയാണ് ഇവരുടെ ഫീച്ചേഴ്സ് എന്നുള്ളതും നമ്മളിത് അപ്ഗ്രേഡ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, അതുപോലെ ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, ഇതിനെപ്പറ്റിയുള്ള ഒരു റിവ്യൂ ആണ് നമ്മുടെ ഈ വീഡിയോ. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഫുൾ വീഡിയോ. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരോ അതല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നവംബർ 22 മുതൽ നവംബർ 28-30 വരെ നമുക്ക് ഈ ഓഫേഴ്സ് അവൈലബിൾ ഉള്ളൂ. അപ് ടു 70% ഡിസ്കൗണ്ട് ആണ് ഇവരുടെ പ്രോഡക്റ്റുകൾക്ക് നമുക്ക് കിട്ടുന്നത്. ഇവരുടെ ഏതൊക്കെ പ്രോഡക്റ്റുകൾക്കാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് നോക്കാം. ഇവിടെ കിട്ടുന്നതിനകത്ത് മെയിൻലി ബ്ലൂ ഹോസ്റ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാനിലും ഇ കൊമേഴ്സ് പ്ലാനിലും അതുപോലെ തന്നെ ഇവരുടെ ഒരു വെബ്സൈറ്റ് ബിൽഡറിലുമാണ്. ഷെയർഡ് ഹോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവരുടെ ഹോം പേജ് നിങ്ങൾ ആദ്യം നോക്കുക. വേഡ്പ്രസ് ഹോസ്റ്റിംഗ് ഇപ്പോൾ തന്നെ ഈ ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ് ടു 70% ഓഫ് ഓൺ വെബ്സൈറ്റ്സ് ആൻഡ് ഹോസ്റ്റിംഗ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. സെയിൽ എൻഡ്സ് ഓൺ നവംബർ 28 ആണ് കാണിക്കുന്നത്. വേഡ്പ്രസ് ഹോസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് ആ ഹോസ്റ്റിംഗ് പ്ലാൻ കിട്ടുന്നത്. അതിന് വരുന്ന പ്ലാൻ എന്ന് പറയുന്നത് 149 രൂപയാണ് പെർ മന്ത് നമുക്ക് കോസ്റ്റ് വരികയുള്ളൂ. ഇതിന്റെ കൂട്ടത്തിലുള്ള മറ്റൊരു സവിശേഷത നിങ്ങൾ നോക്കുക. ഫ്രീ ഡൊമൈൻ ഫോർ ഫസ്റ്റ് ഇയർ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു വർഷത്തേക്ക് നമുക്കൊരു ഡൊമൈൻ അറൗണ്ട് ഒരു 600 രൂപ 800 രൂപയുടെ അടുത്ത് നമുക്കൊരു ഡൊമൈന് കോസ്റ്റ് വരും. അത് നമുക്ക് ഫ്രീ ആണ്. ഫ്രീ SSL സർട്ടിഫിക്കറ്റ് ആൻഡ് SEO ടൂൾസ് ഇൻക്ലൂഡഡ്. സാധാരണ രീതിയിൽ SSL സർട്ടിഫിക്കറ്റ് നമ്മൾ ഒന്നെങ്കിൽ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീ SSL തപ്പി വേറെ ടൂൾസിലൊക്കെ പോകണം. പക്ഷേ ബ്ലൂ ഹോസ്റ്റ് തന്നെ നമുക്ക് ഫ്രീ SSL സർട്ടിഫിക്കറ്റ്. അപ്പോൾ SSL സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും. SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബ്ലൂ ഹോസ്റ്റിന്റെ സൈറ്റിൽ പോലും ഇവിടെ ഒരു ലോക്ക് സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വെബ്സൈറ്റ് സെർച്ചിലേക്കൊക്കെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ SSL സർട്ടിഫിക്കറ്റ് ഉള്ള സൈറ്റുകൾക്കാണ് ഗൂഗിളിൽ പ്രയോറിറ്റി കിട്ടുന്നത്. മാത്രമല്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിനെ ഹാക്കേഴ്സിൽ നിന്നും മറ്റ് സ്പാം അറ്റാക്കിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും കൂടെയാണ്. അതുകൊണ്ട് ആ ഒരു സർവീസിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കേണ്ട. അത് നമുക്ക് ബ്ലൂ ഹോസ്റ്റ് ഫ്രീ തരും നമ്മൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്നതിനൊപ്പം. SEO ടൂൾസ് ഇൻക്ലൂഡഡ്. നമ്മുടെ വെബ്സൈറ്റിന്റെ സെർച്ചിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് സാധാരണ രീതിയിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാലൊന്നും പോരാ. SEO ചെയ്യണം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യണമെന്ന്. അതിനുവേണ്ടി ബ്ലൂ ഹോസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള SEO ടൂൾസ് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കും ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യുമ്പോൾ. ഫ്രീ പ്രീമിയം ക്ലൗഡ്ഫെയർ CDN. പ്രീമിയം ക്ലൗഡ്ഫെയർ CDN, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്നുള്ളതാണ് CDNന്റെ ഫുൾ ഫോം. വേറെ ഒന്നുമല്ല CDN കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ CDN എന്ന് വെച്ചാൽ നമ്മളുടെ വെബ്സൈറ്റിലുള്ള കണ്ടന്റ്, നമ്മൾ ഇമേജുകൾ അപ്ലോഡ് ചെയ്യും, കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യും. ഇതിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒരു യൂസർ വന്ന് നമ്മുടെ സൈറ്റിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ലോഡ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു സഹായം നമുക്ക് ഈ CDN നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ സാധിക്കും. ഇത് കൂടാതെ തന്നെ 1 ക്ലിക്ക് വേഡ്പ്രസ് ഇൻസ്റ്റാളേഷനും ഉണ്ട്. നമുക്ക് വളരെ ഹസിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വേഡ്പ്രസ് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. 24/7 സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ കോൾ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ട് ഉപയോഗിക്കാൻ ലോക്കൽ ലാംഗ്വേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരെയുള്ള കോൾ സപ്പോർട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് നൽകുന്ന ഒരു പ്ലാനാണ് വേഡ്പ്രസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇപ്പോൾ 70% ഡിസ്കൗണ്ടിൽ നമുക്ക് പല പ്ലാനുകളും ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവരുടെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് വേഡ്പ്രസ് ഹോസ്റ്റിംഗ് കൂടാതെ തന്നെ ഇ കൊമേഴ്സ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 899 പെർ മന്ത് ആണ് നമുക്കിവിടെ കോസ്റ്റ് കാണിക്കുന്നത്. എന്നാൽ ഇതിലും ഇപ്പോൾ ഒരു വൂകൊമേഴ്സ് ഹോസ്റ്റിംഗിൽ നമുക്കൊരു ഡീലുണ്ട്. വൂകൊമേഴ്സ് ഹോസ്റ്റിംഗിൽ സേവ് അപ് ടു 41%
ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തത്, അതായത് ഇ-കൊമേഴ്സ് സൈറ്റുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 41% നമുക്ക് ഉണ്ടാവും ഡിസ്കൗണ്ട്. അതിനകത്ത് സ്റ്റാൻഡേർഡ് പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രോ പ്ലാൻ ഉണ്ട്. പ്രോ പ്ലാന് നമുക്ക് 799 ആണ് ഇപ്പോൾ നമുക്ക് പെർ മന്ത് വരിക. മറ്റുള്ള ഹോസ്റ്റിങ്ങിൽ നിന്നും സ്വാഭാവികമായിട്ടും താരതമ്യേന ഇ-കൊമേഴ്സ് ഹോസ്റ്റിങ്ങൾക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും. ഹോസ്റ്റിങ്ങിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ആമസോൺ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതിലേക്കാട്ടിലും കൂടുതൽ എമൗണ്ട്, മാസം ചിലപ്പോൾ 5000-6000 രൂപ വരെ കൊടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പല സൈറ്റുകളും വരെയുണ്ട്. ആ സ്ഥാനത്താണ് നമുക്ക് 700-800 രൂപ. ഇ-കൊമേഴ്സ് സൈറ്റുകൾക്ക് നിർബന്ധമായിട്ടും ഇതുപോലെയുള്ള പ്രോ ഹോസ്റ്റിംഗ് പ്ലാനുകളാണ് വേണ്ടത്, സാധാരണ ഹോസ്റ്റിംഗ് പ്ലാനുകളല്ല വേണ്ടത്. ഇതിൽ തന്നെ ഇവർ തരുന്ന മറ്റുള്ള ഫീച്ചേഴ്സ്, ഫ്രീ ഡൊമൈൻ നമുക്ക് ഫ്രീ തരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീ SSL, ഫ്രീ സ്പീഡ് ബൂസ്റ്റിംഗ്, നമ്മുടെ വെബ്സൈറ്റ് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവാനുള്ള ഫീച്ചേഴ്സ്, ഇതെല്ലാം ഇവരിവിടെ ഈ ഒരു പ്ലാനിനൊപ്പം തന്നെ തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്റ്റോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. സ്റ്റോർ മാനേജ്മെന്റിൽ സെൽ അൺലിമിറ്റഡ് പ്രോഡക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റ് മാനുവൽ ഓർഡേഴ്സ്, ഇങ്ങനെയുള്ളൊരു സെപ്പറേറ്റ് ഫീച്ചേഴ്സും ഇവർ നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഇവർ നൽകുന്ന മറ്റൊരു അടിപൊളി വേർഡ്പ്രസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ, അതായത് വേർഡ്പ്രസ് വെബ്സൈറ്റ് ബിൽഡർ നമുക്ക് ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറയുന്ന ഇവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വെബ്സൈറ്റ് ബിൽഡറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇതിനകത്ത് ബിൽഡ് എ വേർഡ്പ്രസ് വെബ്സൈറ്റ് ഇൻ മിനിറ്റ്സ്, സേവ് അപ് ടു 60%. 99 റുപ്പീസിന് നമുക്ക് പെർ മന്തിൽ ഈ ഒരു വേർഡ്പ്രസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വെബ്സൈറ്റ് ബിൽഡർ കിട്ടും. ഇതിനകത്ത് അറൗണ്ട് 300+ ഡിസൈൻ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ടോട്ടൽ വേർഡ്പ്രസ് ഡിസൈൻ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു വർഷത്തേക്ക് നമുക്കൊരു ഡൊമൈനും ഫ്രീ കിട്ടും ഈ ഒരു പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹോസ്റ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതലും വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഫ്രൈഡേ ഡീലിലാണ് ഈ 99 റുപ്പീസ് വരുന്നത്. ഇതിന് സാധാരണ രീതിയിൽ 249 രൂപയാണ് വരുന്നത് ഒരു മാസത്തേക്ക്. ആ സ്ഥാനത്താണ് നമുക്ക് 99 രൂപ, അതായത് അറൗണ്ട് 99 രൂപ. എത്ര രൂപ? നമുക്ക് 150 രൂപയുടെ അടുത്ത് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഹോസ്റ്റിംഗ് ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പ്ലാനിനകത്ത് പറയുന്നുണ്ട്. ബ്ലൂ ഹോസ്റ്റിന്റെ വേർഡ്പ്രസ് ബിൽഡർ പിന്നീടുള്ള മറ്റുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ഇ-കൊമേഴ്സിന് വേണ്ടിയുള്ളൊരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ ഉണ്ട്, അതിന് കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സെർവേഴ്സ് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം, USA അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ. അപ്പോൾ നമുക്കൊരു വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. എത്ര കോസ്റ്റാണ് നമുക്ക് ഈ ഒരു സമയത്ത് വരുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഒരു വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഒരു വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ഞാൻ സെലക്ട് ചെയ്തു. അതിന് ഹോസ്റ്റ് യുവർ സൈറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് 149 രൂപയുടെ പ്ലാൻ ചൂസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു വെബ്സൈറ്റാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. 249 രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് വെബ്സൈറ്റ്സ്, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പറയാം, നമ്മളൊരു സ്മോൾ സൈറ്റ് വിത്ത് SSL ഒക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. SSL എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ആ വെബ്സൈറ്റിന്റെ സെക്യൂരിറ്റി ഉറപ്പ് വരുന്ന ഒരു ലോഗ് സിമ്പൽ നമുക്ക് ഗൂഗിളിന്റെ ബ്രൗസറിൽ കിട്ടും. SSL സർട്ടിഫിക്കറ്റ് ആണത്. അത് നമ്മുടെ വെബ്സൈറ്റിന് SEOയിൽ റാങ്കിങ്ങിന് ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാൻ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്കൊരു ഡൊമൈൻ ഒരു വർഷത്തേക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് മുതൽ എത്ര പേയ്മെന്റ് നമുക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് വരെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്രിയേറ്റ് എ ന്യൂ ഡൊമൈൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സുബിൻ യൂസഫ് ലേണിംഗ് എന്ന് ജസ്റ്റ് കൊടുക്കുന്നു, .com എന്നുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് അത് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കൊരു ഫ്രീ ഡൊമൈൻ കിട്ടുമ്പോൾ അത് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിവിടെ ഇതുപോലെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും. അടുത്തത് നമ്മൾ നമ്മളുടെ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളുടെ ഇമെയിൽ ID ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണുന്നിടത്ത് ഇതിന്റെ പേയ്മെന്റ് ഏരിയ നിങ്ങൾ ചെക്ക് ചെയ്യുക. 36 മന്ത് പ്ലാനിലാണ് നമുക്ക് 149 രൂപയ്ക്ക് കിട്ടുക. ഇനി ഒരു വർഷത്തേക്കാണ് നിങ്ങൾക്ക് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ 199 രൂപയായിരിക്കും വരുന്നത്.
മിനിമം 3 വർഷത്തെ പ്ലാൻ എടുക്കുമ്പോഴാണ് നമുക്ക് 149 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പം 3 വർഷത്തേക്ക് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 5364 രൂപയാണ് ഇവിടെ കാണിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രൈമറി ഡൊമൈൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടതില്ല, അതുപോലെ തന്നെ ഫ്രീ SSL, ഈ 2 കാര്യങ്ങൾ നമുക്ക് ഫ്രീ ഇവിടെ കിട്ടുന്നുമുണ്ട്. ഇനി പാക്കേജ് എക്സ്ട്രാ മറ്റു കുറച്ച് പാക്കേജുകളുണ്ട്. അതായത് ഡൊമൈൻ്റെ പ്രൈവസി പ്രൊട്ടക്ഷൻ എന്നുള്ളത് വേണമെങ്കിൽ എടുക്കാം. പ്രൈവസി പ്രൊട്ടക്ഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. നമ്മളൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇന്നയാള് ഇന്ന സ്ഥലത്തു നിന്ന് ഒരു ഡൊമൈൻ വാങ്ങി എന്നുള്ളത് പലയിടത്തും രജിസ്റ്റർ ആവും. അപ്പം നമ്മളുടെ പ്രൈവസി, അതായത് നമ്മുടെ മൊബൈൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ, നമ്മുടെ അഡ്രസ്സ് ഒക്കെ പുറത്തു പോയാൽ ആളുകൾ നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും, നമ്മളുടെ ഡേറ്റ പുറത്തു പോകും. അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ ബാക്കപ്പ്, സ്ഥിരമായി കണ്ടന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് എന്തെങ്കിലും ഒരു മൂവ്മെന്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ കണ്ടന്റ് ഡൗൺ ആവുകയോ ചെയ്താൽ അതിനെ ഒന്ന് റീസ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ബാക്കപ്പ് എടുത്തിട്ട് വീണ്ടും റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി അവർ നൽകുന്ന ഒരു സെപ്പറേറ്റ് സർവീസ് ഉണ്ട്. 199 രൂപയാണ് നമ്മൾ പെർ മന്ത് കൊടുക്കേണ്ടത്. ആവശ്യമെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബ്ലൂഹോസ്റ്റിന്റെ SEO ടൂൾസിന്റെ സ്റ്റാർട്ടപ്പ് പാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. SSL സർട്ടിഫിക്കറ്റ്, ഡൊമൈൻ, അതുപോലെ തന്നെ SEO ടൂൾസ്, ഇതെല്ലാം നമുക്ക് ഫ്രീ കിട്ടുന്നതാണ്. അതിനിവിടെ പ്രത്യേകം ചാർജ് ഒന്നും വന്നിട്ടില്ല. പിന്നെ വെബ്സൈറ്റിന്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് എക്സ്ട്രാ അവരൊരു കാര്യം, ഒരു ലെയർ പ്രൊട്ടക്ഷനോട് പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഇവിടുന്ന് റിമൂവ് ആക്കി. ഈ ഒരു ഡൊമൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ അതും ഞാൻ റിമൂവ് ആക്കി. ഇപ്പം എനിക്ക് ടോട്ടൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 9000 രൂപ, 62% ഞാനിപ്പോൾ എനിക്ക് സേവിങ്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് 6329 രൂപ, അതായത് നമ്മളുടെ ഈ ഒരു 5364 അതിനൊപ്പം ടാക്സ് കൂടെ ചേർത്ത് 965 കൂടെ ചേർത്ത് 6329 രൂപയ്ക്ക് 3 വർഷത്തേക്കാണ് നമുക്ക് ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ കിട്ടുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, നമ്മളുടെ ഡൊമൈൻ എന്ന് പറയുന്നത് 1 വർഷത്തേക്കാണ് നമുക്ക് ഫ്രീ ലഭിക്കുക. 1 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മളത് വീണ്ടും റിന്യൂ ചെയ്യണം. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതുപോലെയുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമുക്കിനി ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പേ വിത്ത് പേ യു എന്ന് പറഞ്ഞവരുടെ ഒരു പേയ്മെന്റ് ഗേറ്റ് ഫീ ഉണ്ട്. അതുവഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് കൊടുത്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളുടെ ഒരു ബിസിനസ് നെയിം ഞാൻ ജസ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് നമ്മൾ വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ EMI ഉപയോഗിച്ച് വാലറ്റ്, നെറ്റ് ബാങ്കിങ്, UPI അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഇതിൽ ഏത് ഓപ്ഷൻ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് ബ്ലൂഹോസ്റ്റിന്റെ ബാക്ക് എൻഡിൽ നമുക്ക് ലഭിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മൈ സൈറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇതിനു മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റുകളൊക്കെ. ഒരു വെബ്സൈറ്റിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫുൾ ട്യൂട്ടോറിയൽ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ബാക്ക് എൻഡ് ഇന്റർഫേസ് ആണ്, വളരെ യൂസ്ഫുൾ ആയിട്ട്. ഇവിടുന്ന് നമുക്ക് ഈ ഒരു സൈറ്റിനെ മാനേജ് ചെയ്യണമെങ്കിൽ മാനേജ് സൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേർഡ്പ്രസ്സിലേക്ക് ഇതുപോലെ ബാക്ക് എൻഡിലൂടെ തന്നെ ലോഗിൻ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു ഇന്റർഫേസ്, വളരെ ഇവിടെ കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാക്ക് എൻഡ് ഏരിയയാണ് ഇവർ നൽകാറുള്ളത്. ഇതിനകത്ത് നമുക്ക് വേറെ സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ഡൊമൈൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡൊമൈൻസ് ഇവിടെ പർച്ചേസ് ചെയ്യാം. വീണ്ടും ഒരു ഡൊമൈനോട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കഴിവതും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബ്ലൂഹോസ്റ്റിന്റെ ഇപ്പോഴുള്ള ആ ഒരു ഓഫർ ടൈമിൽ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫ്രൈഡേ ഡീൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വന്തമാക്കുക. കാരണം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇടയ്ക്ക് ഇതുപോലെ ഇവർ വർഷത്തിൽ ഒരിക്കലാണ് ഇതുപോലെയുള്ളൊരു സ്പെഷ്യൽ ഓഫേഴ്സ് കൊണ്ടുവരാറുള്ളത്. നമ്മളത് മിസ്സാക്കേണ്ട കാര്യമില്ല. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത യൂസേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യാം. ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഐ ബട്ടൺ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അതിനകത്ത് ഒരുപാട് ട്യൂട്ടോറിയൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ യൂസഫ് സൈനിങ് ഓഫ്.